ഹായ് ഡിയർ ഫ്രണ്ട്സ്, കൂടുതൽ വീഡിയോകൾക്ക് ഷാഫീസ് ടീച്ചർ എഡ്യൂക്കേറ്റഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ അമർത്തൂ. ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 3 ക്ലാസിഫിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് മോർഫോളജിക്കൽ, anatomical and staining classification of bacteria. So next is pathogenicity. Based on the pathogenicity, relationship of host and organism, nutrition and environmental factors. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ആലോചിക്കേണ്ട ഒരു കാര്യം ഫിസിയോതെറാപ്പി സ്റ്റുഡൻസിന് ഒരു പാർട്ട് തന്നെയുണ്ട്. നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ പാത്തോജൻസിറ്റി. മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, ദാറ്റ് ഈസ് ഫുഡ് സേഫ്റ്റി ഓഫീസർ പോലെയുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി സൂക്ഷിക്കുക. കാരണം എല്ലാ പോയിൻറ്സും എക്സ്ട്രാക്റ്റഡ് ആണ്, ഞാൻ ക്ലബ് ചെയ്താണ് പറയുന്നത്. എക്സാംസിന് പ്രീവിയസ് ആയിട്ടുള്ള എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിനകത്ത് എക്സാമ്പിളായിട്ട് പറയുന്ന ഓർഗാനിസത്തിൻ്റെ പേരുകൾ, ആ പേരുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി സൂക്ഷിക്കുക. സോ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ വി ക്യാൻ സ്റ്റാർട്ട് ദ സെഷൻ ദറ്റ് ഈസ് ഫ്രം ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ പാത്തോജൻസിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് കുറച്ച് ടേം മനസ്സിലാക്കണം. ഓക്കെ, പാത്തോജനിക്. Okay, pathogenic means those organisms that have the capacity to cause or spread disease. അപ്പോൾ പാത്തോജൻ അല്ലെ, പാത്തോജനിക് ആണ്, ജനറേറ്റ് ചെയ്യാൻ, ഡിസീസ് ജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളത്. അതുപോലെ തന്നെ വിർലുവൻസി ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിർലുവൻസി എന്താ? വിർലുവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the degree of pathogenicity. ഓക്കെ, ഡിഗ്രി ഓഫ് പാത്തോജൻസിറ്റി, അതാണ് എന്തെന്ന് പറയുന്നത്, വിർലുവൻസി എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചോണം. ദ ഡിഗ്രി ഓഫ് പാത്തോജൻസിറ്റി, എന്തുമാത്രം പാത്തോജനിക് ആണ് ആ ഓർഗാനിസം എന്ന് പറയുന്നതിനെയാണ് വിർലുവൻസി എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പാത്തോജൻസിറ്റി എന്ന് പറയുന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പീഷീസ് ലെവലാണ്. നമുക്കറിയാം, നമ്മുടെ ഡൊമൈൻ മുതൽ നമ്മുടെ ആ സ്പീഷീസ് വരെയുള്ള ആ ഒരു ചെറിയ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുള്ള ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പഠിച്ചതാണ്. സ്പീഷീസാണ് ഏറ്റവും താഴെ നിൽക്കുന്നത് അല്ലേ. അവിടെ നിന്നും വീണ്ടും കൊണ്ട് ഒരെണ്ണം നമ്മൾ അന്ന് പറഞ്ഞതാണ്, സ്ട്രെയിൻ എന്ന് പറയും. ഓക്കെ, സ്ട്രെയിൻ ലെവലിൽ പറയുമ്പോഴാണ് വിർലുവൻസി എന്ന് പറയുന്നത്. 1-2 ക്യാരക്ടേഴ്സിൽ മാത്രം ചേഞ്ച് വരും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു പല്ലുവേദന വന്നു. ഓക്കെ, ആ പല്ലുവേദന വന്നപ്പോഴത്തേക്ക് നമ്മൾ ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ എന്ത് ചെയ്തു? ഒരു ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്തു. എന്താ ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത്? ദറ്റ് ഈസ് ദ മെഡിക്കേഷൻ യൂസ്ഡ് ഓൺലി ഫോർ പ്രിവെൻറ്റിങ് ബാക്ടീരിയം. ബാക്ടീരിയത്തിന് മാത്രമേ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതിനെ കൊണ്ട്? ആൻറ്റിബയോട്ടിക്സിനെ കൊണ്ട് അല്ലേ. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, വൈറസിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു? പല്ലുവേദനയ്ക്ക് ഒരു ആൻറ്റിബയോട്ടിക് നമ്മൾ കഴിച്ചു, പല്ലുവേദന സബ്സൈഡ് ചെയ്തു, ആ പെയിന് മാറി. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പെയിൻ വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, വേറൊരു ആൻറ്റിബയോട്ടിക്കും കൂടെ കഴിച്ചോളൂ. അപ്പോൾ രാവിലെ ഒന്ന്, രാത്രി വേറൊരു ആൻറ്റിബയോട്ടിക്, അത് നമ്മൾ കൊണ്ടുപോയി കഴിക്കുന്നു. അത് കഴിയുമ്പം വീണ്ടും ഒരു 7-8 ദിവസം കഴിയുമ്പോൾ വീണ്ടും പെയിൻഫുൾ ആയിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ചെല്ലുന്നു. അപ്പോൾ ആൻറ്റിബയോട്ടിക് ഇങ്ങനെ മാറ്റി തരുന്നു. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ആ ഓർഗാനിസം വിത്ത്സ്റ്റാൻഡ് ചെയ്യാണ്, ദറ്റ് ഈസ് അത് സർവൈവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അതിൻ്റെ ക്യാരക്ടർ ആ പർട്ടിക്കുലർ ആൻറ്റിബയോട്ടിക്കിനെ എന്ത് ചെയ്യാനായിട്ട്, റെസിസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ അവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ആ സ്പീഷീസിലോ ജിനസിലോ ഒന്നും മാറ്റം വന്നില്ല, ആ ഓർഗാനിസം അത് തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്തു? അതിൻ്റെ ആ ഒരു ക്യാരക്ടർ മാത്രം അത് ചേഞ്ച് ചെയ്തു. സ്ട്രെയിൻ ഇംപ്രൂവ്മെൻ്റ് എന്ന് അത് പറയുന്നത്, ആ ഒരു പർട്ടിക്കുലർ സ്ട്രെയിൻ ആയിട്ട് അത് മാറി, ആ ഒരു റെസിസ്റ്റൻസ് കപ്പാസിറ്റി ഉള്ള ഒരു സ്ട്രെയിൻ ആയിട്ട് മാറി. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ അതാണ് പറയുന്നത് വിർലുവൻസി, ഡിഗ്രി ഓഫ് പാത്തോജൻസിറ്റി, അതാണ് വിർലുവൻസി എന്ന് പറയുന്നത്. ഇനി തിരിച്ചു വരാം. പാത്തോജൻസിറ്റി ബേസിൽ 3 നമുക്ക് ഡിവൈഡ് ചെയ്യാം. പാത്തോജൻസ് ആയിട്ട്, നോൺ പാത്തോജൻസ് ആയിട്ട്, ദെൻ തേർഡ് വൺ ഈസ് കമൻസാൽസ്. ഓക്കെ, പാത്തോജൻസ്, നോൺ പാത്തോജൻസ്, കമൻസാൽസ്. ഫ്രം ദ വേർഡ് ഇറ്റ് സെൽഫ് ഇറ്റ്സ് ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്താണ് പാത്തോജൻസ് എന്നും നോൺ പാത്തോജൻസ് എന്നും എന്താണ് കമൻസാൽസ് എന്നും. എന്നാൽ ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. പാത്തോജൻസ് എന്ന് പറയുന്നത് ദോസ് ഓർഗാനിസം ദാറ്റ് ക്യാൻ സ്പ്രെഡ് ഓർ കോസ് ഡിസീസ്. പ്യുവർ പാത്തോജനിക് ആണ്, അവൻ ഡിസീസ് തന്നിട്ടേ പോവൂ. ഓക്കെ, സോ ദറ്റ് ഈസ് പാത്തോജൻസ്. ക്ലിയർ ആണല്ലോ. ഇനി നോൺ പാത്തോജൻ എന്ന് പറയുന്നതിന് ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ലാക്ടോബാസിലൈ. നമുക്കറിയാം, നമ്മുടെ വീട്ടിലാണെങ്കിലും ശരി, നമ്മുടെ ബോഡിയിലാണെങ്കിലും ശരി, നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ബാക്ടീരിയൽ ഗ്രൂപ്പാണ് ലാക്ടോബാസിൽ എന്ന് പറയുന്നത്. നമ്മൾ ഒരെണ്ണത്തിനെ പരിചയപ്പെടുത്താം. നമ്മുടെ പാല് അല്ലെ, തൈര് കേർഡാക്കി മാറ്റുന്ന ബാക്ടീരിയ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, PSCയിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ലാക്ടോബാസിലസ് lactei.
ലാക്ടോബാസിലസ് ലാക്റ്റേ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മിൽക്കിനെ കേർഡാക്കി മാറ്റാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ബാക്ടീരിയ ലാക്ടോബാസിലസ് ലാക്റ്റേ. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലും പലയിടത്തും ഹൈഡ് ആയിട്ടുള്ള പാർട്ടിൽ ഹിഡൻ ആയിട്ടുള്ള ഏരിയാസിൽ കാണുന്ന ഒരു ബാസിലസ് ആണ് ലാക്ടോബാസിലസ് ലാക്റ്റേ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ നോൺ പാത്തോജൻ ഗ്രൂപ്പിനകത്താണ് ഇത് വരുന്നത്. അതൊരിക്കലും ഡിസീസ് ഒന്നും കോസ് ചെയ്യുന്നില്ല. ബെനിഫിഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ നോർമൽ ഫ്ലോറ എന്ന് പറയാം. നോർമൽ ഫ്ലോറയ്ക്കകത്ത് റെസിഡൻറ്റ് ഫ്ലോറ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇങ്ങനെ ഞാൻ ജസ്റ്റ് ടേംസ് ഒക്കെ പറഞ്ഞതേ ഉള്ളൂ. മൈക്രോബയോളജി സ്റ്റുഡൻസിന് കുറച്ചും കൂടെ മനസ്സിലാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നോൺ പാത്തോജൻ ഗ്രൂപ്പാണ് ലാക്ടോബാസിലസ് എന്ന് പറയുന്നത്. ദറ്റ് മീൻസ് they cannot spread or cause disease. Okay, clear ആണല്ലോ. The next one is commensals. Commensals എന്ന് പറയുന്നത് നോൺ പാത്തോജനിക് ആണ്. ശരിക്കും പറഞ്ഞാൽ അത് എന്തല്ല, പാത്തോജൻ അല്ല. ഇനി നോർമൽ ഫ്ലോറ ആണെങ്കിൽ ഏത് ബാക്ടീരിയൽ ഗ്രൂപ്പ് ആണെങ്കിലും നമുക്കറിയാം ദേ ആർ ഫോറിനേഴ്സ് അല്ലേ. നമ്മുടെ ബോഡിയിലേക്ക് അവർ വന്ന് അറ്റാച്ച് ചെയ്യുന്ന ഗ്രൂപ്പുകളാണ് ഈ ബാക്ടീരിയം എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയുടെ ഒരു പാർട്ടേ അല്ല. ഓക്കെ, എന്തായാലും അവർ ആൻറ്റിജൻസ് തന്നെയാണ്. അപ്പോൾ അതായത് നമ്മുടെ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബെനിഫിഷ്യൽ ഗ്രൂപ്പ് ആണെങ്കിലും ശരി, ഏത് ഗ്രൂപ്പ് ആണെങ്കിലും ശരി, ആദ്യം അസുഖം വരാത്തതിന് കാരണം ദറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം, ദ പവർഫുൾ ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പവറാണ്. അപ്പോൾ നമുക്കറിയാം നമ്മളെപ്പോഴും സ്ട്രെസ്സിന് അടിമപ്പെടുകയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോഴോ അല്ലെങ്കിൽ എന്താണെങ്കിലും ശരി, നമുക്കറിയാം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം താഴെ പോകും അല്ലേ. നമ്മുടെ ഇപ്പോൾ തന്നെ കൊറോണ വൈറസ് വന്നപ്പോഴും എല്ലാവരും പറയുന്നതാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം താഴെ പോവുകയാണ്. സോ ഇമ്മ്യൂൺ സിസ്റ്റം താഴെ പോയി കഴിഞ്ഞാൽ ബാക്ടീരിയം അത് നോർമൽ ഫ്ലോറ ആണെങ്കിലും ശരി, ബെനിഫിഷ്യൽ ആണെങ്കിലും ശരി, പാത്തോജനിക് ആണെങ്കിലും ശരി, എന്ത് ചെയ്യും, ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നോൺ പാത്തോജനിക് ആണ്, സംടൈംസ് കോസ് ഡിസീസ്. അതാണ് കമൻസാൽസ് എന്ന് പറയുന്നത്. ചില സമയത്ത് ഡിസീസ് വരുത്താൻ പറ്റും. എപ്പോഴാണ്? whenever our immune system will be suppressed or impaired. നമ്മൾ ചില ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പല കാര്യങ്ങൾ മനസ്സ് തളരുന്ന സമയത്തോ ഒക്കെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്പയർഡ് ആവാം. ആ സമയത്ത് എന്ത് ചെയ്യാം, ഈ കമൻസാലസ് അസുഖം വരുത്താനായിട്ട് ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ് ആയി കഴിഞ്ഞാൽ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, അറ്റാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മളിപ്പോൾ വൈറൽ ഫീവറിന് ഇപ്പോൾ മെഡിക്കേഷൻ എടുത്തു കഴിഞ്ഞാലും പിന്നെ ഡോക്ടേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ചില ഡോക്ടേഴ്സ് ആൻറ്റിബയോട്ടിക്സും കൂടെ എഴുതി തരാറുണ്ട്. കാരണം വൈറൽ ഫീവർ വരുമ്പോൾ വൈറസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഒരിക്കലും ആൻറ്റിബയോട്ടിക്സിന് പറ്റില്ല. വൈറൽ ഫീവർ വരുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യും, സപ്രസ് ചെയ്യും. സോ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ബെനിഫിഷ്യൽ ആയിട്ടിരിക്കുന്ന ചില ബാക്ടീരിയകൾ തന്നെ ചിലപ്പോൾ എന്തായിട്ട് മാറും, പാത്തോജനിക് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് കമൻസാൽസ്. അവരാണ് കമൻസാൽസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ആൻറ്റിബയോട്ടിക്സ് തരുന്നത്. ഒരിക്കലും വൈറൽ ഫീവറിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ പാത്തോജൻസിറ്റി, pathogens, non-pathogens and commensals. It's very important. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ഓഫ് ഹോസ്റ്റ് ആൻഡ് ഓർഗാനിസം. ബേസ്ഡ് ഓൺ റിലേഷൻഷിപ്പ് ഓഫ് ഹോസ്റ്റ് ആൻഡ് ഓർഗാനിസം. ദാറ്റ് ഈസ് ദ ബാക്ടീരിയൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ റിലേഷൻഷിപ്പ് ഓഫ് ഹോസ്റ്റ് ആൻഡ് ഓർഗാനിസം. സോ ഇതിനകത്ത് നമ്മൾ 3 പഠിക്കുന്നു. സാപ്രോഫൈറ്റ്സ്, ദെൻ പാരസൈറ്റ്സ് ആൻഡ് കമൻസാൽസ്. ഓക്കെ, 3 ടൈപ്സ് ആണ് ഇതിനകത്ത് വരിക, റിലേഷൻഷിപ്പ് വരിക. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് സാപ്രോഫൈറ്റ്സ്. വി ഓൾറെഡി നോ ദാറ്റ് അല്ലേ. സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത് ഫ്രീ ലിവിങ് ആണ്, ക്യാൻ ബി സീൻ ഇൻ സോയിൽ ഓർ വാട്ടർ ആൻഡ് ദേ യൂസ് ദ ഡെഡ് ഓർ ഡീകേ മെറ്റീരിയൽ അല്ലേ. ഏതാണോ ഡെഡായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഡീകേ ആയിട്ട് കിടക്കുന്ന മാറ്ററിനെ എന്ത് ചെയ്യുക, ഡീഗ്രഡേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ എന്നാണ് അത് പറയുക അല്ലേ. അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡീഗ്രഡേഷൻ ആണ്, ഡീഗ്രഡേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ആണ്. അപ്പോൾ ഡെഡ് ആൻഡ് ഡീകേ മെറ്റീരിയലിൽ കാണുന്ന ഫ്രീ ലിവിങ് ആയിട്ടുള്ള ബാക്ടീരിയൽ ഗ്രൂപ്പിനെയാണ് സാപ്രോഫൈറ്റ്സ് എന്ന് പറയുക, സാപ്രോഫൈറ്റ്സ് എന്ന് പറയുക. ഓക്കെ, ദെൻ പാരസൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം എസ്റ്റാബ്ലിഷ് ദംസെൽസ് ആൻഡ് മൾട്ടിപ്ലൈ ഇൻ ഹോസ്റ്റ്. ഹോസ്റ്റിൽ തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് മീൻസ് ദേ യൂസ്ഡ് ദ ഹോസ്റ്റ് അപ്പാരറ്റസ് ഫോർ ദിയർ മെറ്റബോളിസം. അവരുടെ മെറ്റബോളിസത്തിന് അത് യൂസ് ചെയ്യുന്നത് ആരുടെ അപ്പാരറ്റസ് ആണ്, ആരുടെ മീൻസ് ഓർഗനൽസ് ആണ്, നമ്മുടെ ഹോസ്റ്റിൻ്റെ തന്നെ ഓർഗനൽസ് ആണ്. ഓക്കെ, ക്ലിയർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കമൻസാൽസ്. നമ്മൾ നേരത്തെ പഠിച്ചു, കഴിഞ്ഞ ഇതിനകത്തും പഠിച്ചതാണ് കമൻസാൽസ് എന്താണെന്നുള്ളത് അല്ലേ. കമൻസാൽസ് എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ കോസ് ഡിസീസ്. എപ്പോഴാണ് ഡിസീസ് കോസ് ചെയ്യുന്നത്, എപ്പോഴാണോ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ് ആവുന്നത് ആ സമയത്ത് മാത്രമേ കമൻസാൽസിന് ഡിസീസ് കോസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്തായാലും ആ ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നത് നോർമൽ ഫ്ലോറ എന്ന് പറയുന്ന പേരില്ല, നോർമൽ ഫ്ലോറ. ഓക്കെ, നമ്മളിത് പഠിച്ചിട്ടുണ്ട് അല്ലേ. നോർമൽ ഫ്ലോറയ്ക്കകത്ത് 2 ഗ്രൂപ്പുണ്ട്, റെസിഡൻറ്റ് ഫ്ലോറ ആൻഡ്
ട്രാൻസിയൻ ഫ്ലോറ. റെസിഡൻറ്റ് ഫ്ലോറ ആൻഡ് ട്രാൻസിയൻ ഫ്ലോറ. റെസിഡൻറ്റ് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നത്, റെസിഡൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. നമ്മുടെ ബോഡിയിൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ തന്നെ കാണുന്ന കുറച്ച് ബാക്ടീരിയൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് കം അണ്ടർ റെസിഡൻറ്റ് ഫ്ലോറ. സോ ദാറ്റ് ഈസ് ഫ്രം ദ ബർത്ത് ഇറ്റ് സെൽഫ് വി അക്വയർ ദീസ് ടൈപ്സ് ഓഫ് ഓർഗാനിസം. നമ്മുടെ ബർത്തിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഈ ഓർഗാനിസം വരും. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് റെസിഡൻറ്റ് ഫ്ലോറ. ദെൻ വാട്ട് ഈസ് ട്രാൻസിയൻ ഫ്ലോറ? ഇറ്റ് അക്വയർഡ് ഫ്രം ദ എൻവോൺമെൻറ്റ് ആഫ്റ്റർ ദ ബർത്ത്. ജനിച്ച് കഴിഞ്ഞതിന് ശേഷം റുട്ടീൻ ലെവലിൽ നമ്മൾ എൻവോൺമെൻറ്റിൽ നിന്ന് അക്യൂർ ചെയ്യുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം? ട്രാൻസിയൻ ഫ്ലോറ എന്ന് പറയാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റെസിഡൻറ്റ് ഫ്ലോറ അത്രയ്ക്ക് പാത്തോജനിക് അല്ല, ബട്ട് ഇറ്റ് ക്യാൻ ആക്ട് ആസ് പാത്തോജൻ whenever our immune system will be suppressed. But in the case of transient flora, they are true pathogens തന്നെയാണ്. ഓക്കെ, ട്രൂ പാത്തോജൻസ് തന്നെയാണ്. അതും എന്ത് ചെയ്യണം? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് റിലേഷൻഷിപ്പ് ഓഫ് ഹോസ്റ്റ് ആൻഡ് ഓർഗാനിസത്തിൻ്റെ ബേസിൽ സാപ്രോഫൈറ്റ്സ്, പാരസൈറ്റ്സ് ആൻഡ് കമൻസ്. നെക്സ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ന്യൂട്രീഷൻ. അപ്പോൾ ബേസ്ഡ് ഓൺ ദ ന്യൂട്രീഷൻ we can classify the organism into autotrophs and heterotrophs. നമ്മൾ പ്ലാന്റ്സിലും ആനിമൽസിലൊക്കെ പഠിക്കുന്നത് പോലെ തന്നെ ബാക്ടീരിയയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. ഓട്ടോട്രോപ്സ്, they have the ability to prepare their own food materials. അതിന് വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവരെന്ത് ചെയ്യും? അവരുടെ സ്വന്തം ഫുഡ് ആൻഡ് മെറ്റീരിയൽസ് ഒക്കെ അവരിന് ആവശ്യമുള്ളതെല്ലാം അവരെന്ത് ചെയ്യും? പ്രിപ്പയർ ചെയ്യും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹെട്രോട്രോപ്സ്, മോസ്റ്റ് ഓഫ് ദ ബാക്ടീരിയൽ ഗ്രൂപ്പ് ആ കം അണ്ടർ ഹെട്രോട്രോപ്സ് തന്നെയാണ്. കാരണം അവർ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യും അല്ലെ, ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും ഫോർ ദ ഫുഡ് ആൻഡ് ഷെൽട്ടർ. സോ ദറ്റ് ഈസ് ഹെട്രോട്രോപ്സ്. സോ ദറ്റ് ഈസ് ബേസ്ഡ് ഓൺ ന്യൂട്രീഷൻ. ക്ലിയർ ആണല്ലോ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബേസ്ഡ് ഓൺ എൻവോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ബേസ്ഡ് ഓൺ എൻവോൺമെൻറ്റൽ ഫാക്ടേഴ്സ് പറയുമ്പോൾ നമുക്ക് വരുന്ന എൻവോൺമെൻറ്റ് എന്ന് പറയുന്നത് ഒന്ന് ടെമ്പറേച്ചറാണ് അല്ലേ. ടെമ്പറേച്ചർ, ദെൻ ഓക്സിജൻ, pH, സോൾട്ട് ആൻഡ് പ്രഷർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. നമുക്ക് അതിനകത്ത് ടെമ്പറേച്ചറിനകത്ത് നമുക്ക് വേണമെങ്കിൽ എന്താ പറയാം, പല രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. എന്താണ്? തെർമോ അല്ലേ, തെർമോഫിലിക് എന്ന് പറയാം. തെർമോഫിലിക്. ഓക്കെ, ഹൈപ്പർ തെർമോഫിലിക്കും ഉണ്ട്, ഹൈപ്പോ തെർമോഫിലിക്കും ഉണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എനിവേ, ടെമ്പറേച്ചർ ഇഷ്ടപ്പെട്ട് അവിടെ ജീവിക്കുന്ന ഓർഗാൻസിന് നമ്മൾ പറയുന്നതാണ് തെർമോഫിലിക് എന്ന് പറയാം. ഓക്കെ, ഹൈപ്പർ തെർമോഫിലിക്, ഹൈപ്പോ തെർമോഫിലിക്. ഇനി താഴെ പറയുന്ന കണ്ടീഷനുമായിട്ട് ജോയിൻ ചെയ്തു വരുന്ന തെർമോഫിലിക് ഓർഗാനിസം ഒക്കെ ഉണ്ട്. ഓക്കെ, അതാണ് ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്തൊക്കെ വരുന്നത്. ക്ലിയർ? സോ ദ നെക്സ്റ്റ് വൺ ഈസ് ഓക്സിജൻ റിക്വയറിനകത്ത് എയറോബിക്, then anaerobic, then micro aerophilic. ഈ 3 ഗ്രൂപ്പാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല, വേറെയും ഗ്രൂപ്പുകളുണ്ട്, പക്ഷേ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മതി. എയറോബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they need oxygen. ഓക്കെ, then anaerobic means ലാക്ക് ഓഫ് ഓക്സിജനിൽ ജീവിക്കാൻ കഴിവുള്ളത് അനോറോബിക്, ഓക്സിജൻ്റെ ആവശ്യം അതിനില്ല. മൈക്രോ എയറോഫിലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ വേണം. ഓക്കെ, ദേ ക്യാൻ ത്രൈവ് ഇൻ എയറോബിക് ആൻഡ് അനോറോബിക് കണ്ടീഷൻ. മിഡിൽ സ്റ്റേജിൽ കാണുന്നതാണ് ശരിക്കും മൈക്രോ എയറോഫിലിക് എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. ഓക്കെ, എയറോബിക്, അനേറോബിക് ആൻഡ് മൈക്രോ എയറോഫിലിക്. നെക്സ്റ്റ് വൺ ഈസ് pH. pHനകത്ത് നമുക്കറിയാം ആസിഡും ആൽക്കലിയും ബേസ് ചെയ്തിട്ടാണ് അല്ലേ. സോ അസിഡോഫിലിക് ആൻഡ് ആൽക്കലിഫിലിക്. ഓക്കെ, അസിഡോഫിലിക് അല്ലെങ്കിൽ ആൽക്കലിഫിലിക് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് സോൾട്ട് കോൺസെൻട്രേഷൻ. സോൾട്ട്, ആൽക്കലിഫിലിക് ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഇത് തന്നെയാണ്, പക്ഷെ സോൾട്ട് നമ്മൾ എടുത്ത് പറയുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ അതിനെ ഹാലോ എന്നാണ് പറയാം. ഹാലോഫിലിക്. സോൾട്ട് കോൺസെൻട്രേഷൻ, സോൾട്ട് സീലൊക്കെ കാണുന്നത് ഹാലോഫിലിക് ആണ്. അത് എക്സ്ട്രീമോഫിലിക് ആണ്, ആർക്കി ബാക്ടീരിയൽ ഗ്രൂപ്പിനകത്ത് വരുന്നതാണ്. ദെൻ പ്രഷർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാം? ബാരോഫിലിക്. ബാരോമീറ്റർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, പ്രഷർ മെഷർ ചെയ്യാൻ. ദറ്റ് ഈസ് ബാരോഫിലിക് എന്ന് പറയും. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതാണ് ബേസ്ഡ് ഓൺ എൻവോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അപ്പം ബേസ്ഡ് ഓൺ ന്യൂട്രീഷൻ, ഓട്ടോട്രോപ്സ് ആൻഡ് ഹെട്രോട്രോപ്സ്. ഓട്ടോട്രോപ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവരുടെ ഫുഡ് മെറ്റീരിയൽസ് അവർ തന്നെ പ്രിപ്പയർ ചെയ്തോളും. ഹെട്രോട്രോപ്സ് ഡിപ്പെൻഡ്സ് ഓൺ അതർ ഓർഗാനിസം ഓർ ഹോസ്റ്റ് ഫോർ ദ ഫുഡ് മെറ്റീരിയൽസ്. ദെൻ ബേസ്ഡ് ഓൺ എൻവോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ, ഓക്സിജൻ, pH, സോൾട്ട് ആൻഡ് പ്രഷർ. ദെൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ തെർമോഫിലിക് എന്ന് പറയും. ദെൻ ഹൈപ്പോ തെർമോഫിലിക്കും ഉണ്ട്, ഹൈപ്പർ തെർമോഫിലിക്കും ഉണ്ട്. ഞാൻ പിന്നെ ആർക്കി ബാക്ടീരിയയുടെ കാര്യം പറഞ്ഞപ്പോൾ തെർമോ അസിഡോഫിലിക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഇറ്റ്സ് ആർക്കിയെ. ആർക്കിയക്കകത്ത് വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഓർഗാനിസമാണ് തെർമോ അസിഡോഫിലിക്.
ഓക്കെ, അല്ലെങ്കിൽ അസിഡോ തെർമോഫിലിക് എന്നും പറയാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഓക്സിജൻ, എയറോബിക്, അനേറോബിക് ആൻഡ് മൈക്രോ എയറോഫിലിക്. ദെൻ പി എച്ച്, അസിഡോഫിലിക്കും ഉണ്ട് ആൽക്കലിഫിലിക്കും ഉണ്ട്. ദെൻ സോൾട്ട് ഹാലോഫിലിക് ആണ്, പ്രഷർ ബാരോഫിലിക് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് വെച്ചിട്ട് ബാക്ടീരിയൽ ക്ലാസിഫിക്കേഷൻ ഇതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവർക്കും ഈ ക്ലാസിഫിക്കേഷൻ മനസ്സിലായി കാണും. ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. എന്തായാലും നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഈ ക്ലാസ് കാണുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് എനിക്ക് കമൻറ്റ് ബോക്സിലേക്ക് കമൻറ്റ് ചെയ്യുക. അതർവൈസ് എന്ത് ചെയ്യാം, എനിക്ക് പേഴ്സണലായിട്ട് മെയിൽ ചെയ്യാം. എന്തായാലും ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെ തന്നെ കഴിഞ്ഞ 2 വീഡിയോയുടെ ലിങ്കും കൂടെ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോസ് നിങ്ങൾ കറക്റ്റായിട്ട് കാണുക. ഇത് ഞാൻ പറഞ്ഞു, വിവിധ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അതുമാത്രമല്ല, ഒട്ടും അറിഞ്ഞുകൂടാത്തവർക്ക് ഒരു ജനറൽ ബേസ്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ഈസി ആയിട്ട് ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഞാനത് പറയാൻ കാരണം ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ എക്സാമുകൾക്ക് നമുക്ക് പലതും പറ്റിപ്പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാര്യമായിട്ട് പഠിക്കും. ഏതാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിച്ചിട്ട് പോകും. അതുമാത്രം പോരാ, നല്ലൊരു ബേസ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ചോദിക്കുന്ന എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസുകൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദയവ് ഇത് ബേസ്മെൻറ്റ് ആദ്യം പഠിച്ചു പോവുക. നിങ്ങൾക്ക് നന്നായിട്ട് ആൻസർ എഴുതാൻ പറ്റും. ഒന്നുമില്ലെങ്കിലും ലോജിക്കലായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാനെങ്കിലും പറ്റും. അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാക്ടീരിയൽ ഡിസീസിനെ കുറിച്ചും വൈറൽ ഡിസീസിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കും. സോ അത് പ്രത്യേകം കോഡ് രൂപീകരിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാരണം വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്ക് ന്യൂമോണിക്സ് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ കോഡ് നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള കോഡുകൾ തരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ആൻഡ് വാച്ച് ഇറ്റ്.